ഇറാൻ യുഎസ് യുദ്ധത്തിൽ സമാധാനം അരികെ എന്ന സൂചന നൽകുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി സമാധാന കരാറിൽ ഇന്ന് ഒപ്പിടുമെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് ട്രംപ്. ഇറാനൊപ്പം പ്രവർത്തിക്കാൻ കാത്തിരിക്കുന്നുവെന്നും കരാർ ഒപ്പിട്ടാൽ ഉടൻ ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ കുറിച്ചു. എന്നാൽ കരാർ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കുമെന്നും ഇന്ന് തന്നെ ഒപ്പിടുമെന്ന് സ്ഥിരീകരിക്കാനാകില്ല എന്നുമാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് അറിയിക്കുന്നത്. ഉമൈബാൻ ഇബ്രാഹിം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഉമൈബാൻ, ഗുഡ് മോർണിംഗ്. ട്രംപ് ഇക്കാര്യം പറയുന്നുണ്ട് ഇന്ന് തന്നെ ഒപ്പിടുമെന്ന്. മധ്യസ്ഥയ്ക്ക് നിൽക്കുന്ന പാകിസ്ഥാന്റെ പ്രതിനിധികൾ പറയുന്നുണ്ട് ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന്. ഇവർ മാത്രമേ പറയുന്നുള്ളൂ. ഒരു സ്ഥിരീകരണം അത് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. എന്നാലും നമ്മൾ പ്രതീക്ഷയാണ് ഉടനെ ഒരു കരാർ അതിൽ ഒപ്പിടും എന്ന് തന്നെ പ്രതീക്ഷ വെക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ നടക്കുന്നത്? എന്തായാലും ട്രംപ് പറയുന്ന കാര്യം സത്യമാകട്ടെ എന്നാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് പൂജ. കാരണം ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധമാണ്. ആ യുദ്ധത്തിന് ഒരു പരിസമാപ്തി കുറിക്കുന്ന സമാധാന കരാറിലേക്ക് എന്നാണ് ഇരു രാജ്യങ്ങളും കടക്കുക എന്നുള്ളതാണ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അത് ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിച്ചു പറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ്. ഇന്ന് തന്നെ, അതായത് ഈ ഞായറാഴ്ച തന്നെ കരാർ ഒപ്പിടും. അതിനുശേഷം ഈ സമാധാന കരാർ ഒപ്പിട്ട ഉടൻ തന്നെ ഹോർമൂസ് കടലിടുക്ക് തുറക്കും എന്ന് കൃത്യമായിട്ട് തന്നെ ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ ഇറാൻ പറയുന്നത് എന്തായാലും സമാധാന കരാർ ഒപ്പിടും, പക്ഷെ അത് ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ കഴിയില്ല. അത് വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കാം. അതായത് ഇന്ന് തന്നെ ഒപ്പിടും എന്നുള്ള ട്രംപിന്റെ വാദത്തെ തള്ളുകയോ അല്ലെങ്കിൽ അതിലൊരു സ്ഥിരീകരണം നൽകാതിരിക്കുകയോ ചെയ്യുകയാണ് ഇവിടെ ഇറാൻ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഖായി. അപ്പോൾ എന്താണ് ഇപ്പോഴും അതിൽ ഒരു അനിശ്ചിതാവസ്ഥ എന്നുള്ള കാര്യമൊന്നും ഇറാൻ പറയുന്നില്ല. പക്ഷേ ഇന്ന് തന്നെ ഉണ്ടാകില്ല, ഞങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിച്ച് വരികയാണ് എന്നാണ് ഇറാൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ട്രംപ് പറയുന്ന വാദം ഇതാണ്: ഇന്ന് തന്നെ ഒരു സമാധാന കരാറിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഹോർമൂസ് കടലിടുക്ക് തുറക്കും. സ്വാഭാവികമായിട്ടും ഈ ഹോർമൂസിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം അത് പിൻവലിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ ഈ ഹോർമൂസ് കടലിടുക്കിൽ അവർ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ അത് മാറ്റും. അങ്ങനെ ലോകത്ത് ഈ എണ്ണ വിപണിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരം ഈ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകും. അതിന് വേണ്ടി വരുന്നത് ഈ സമാധാന കരാറാണ്. അപ്പോൾ സമാധാന കരാർ എന്നുണ്ടാകും എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെയായിരുന്നു ഇക്കണ്ട ദിവസം മുഴുവൻ അല്ലെങ്കിൽ ഇത്ര നാളും ഈ ചർച്ച ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അലസിപ്പിരിയുന്നു. പക്ഷേ ഇപ്പോൾ പറയുന്നത് സമാധാന കരാർ ഇന്നുണ്ടാകും. അതിനുള്ള ഒരു കരട് രൂപം ധാരണയായിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പറയുന്നുണ്ടായിരുന്നു. 24 മണിക്കൂറിനകം ഈ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു സമാധാന കരാറിലേക്ക് എത്തും എന്നുള്ള കാര്യം പാകിസ്ഥാൻ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു സ്ഥിരീകരണം വന്നതിന് പുറകെയാണ് ഇറാൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ കഴിയില്ല. ഞങ്ങൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വീക്ഷിച്ചു വരികയാണ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇനി അടുത്ത അപ്ഡേറ്റ്? അപ്പോൾ ഒരു ഉറപ്പ് അത് ഇരുകൂട്ടരുടെയും ഭാഗത്തു നിന്നും ഒരേപോലെ വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് നിൽക്കുന്നത്. പക്ഷേ ട്രംപ് ഒക്കെ പറയുന്നത് കുറെ നാളുകളായിട്ട് ട്രംപ് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അത് അച്ചട്ടാകട്ടെ എന്ന് ലോകം ഒന്നാകെ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. കാരണം കുറെ നാളുകളായി നമ്മൾ ഉൾപ്പെടെയല്ലേ അവിടെ നടക്കുന്ന ഒരു യുദ്ധം നമ്മുടെ തീന്മേശയിൽ വരെ എത്തി നിൽക്കുന്ന ഒരു ഘട്ടം, അവിടെ വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ലോകം ഒന്നാകെ തന്നെ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. സമാധാന കരാർ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് മാത്രം, ചർച്ചകൾ മാത്രം മുന്നിലോട്ട് പോയാൽ പോരാ, എത്രയും വേഗം തന്നെ ഒപ്പിട്ട് കാര്യങ്ങൾക്ക് ഒരു അവസാനമാകണം എന്ന് തന്നെയാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. ആ നടപടികളിലേക്ക് എത്രയും വേഗം എത്താനാകട്ടെ.